ഹലോ ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചേട്ടനോട് പറയാം കേട്ടോ, ഗുഡ് മോർണിംഗ് പറയാം. അപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോൾ എഴുന്നേറ്റ് വന്നു. ഞങ്ങളങ്ങനെ കലാപരിപാടികളൊക്കെ തുടങ്ങി. വെള്ളമൊക്കെ തിളപ്പിച്ച് രാവിലെയായിരുന്നു കേട്ടോ. വെള്ളം പിന്നെ നമ്മൾ പാത്രം കഴുകാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ വേവുന്നു. അപ്പോൾ തലേന്ന് തന്നെ അയില കിട്ടിയായിരുന്നു, അതിനെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ തലേന്ന് തന്നെ മീൻകറി വെച്ചു, കാരണം രാത്രിത്തേക്ക് അന്നേരം മീൻകറി ഇല്ലായിരുന്നു. അങ്ങനെ അത് കൂട്ടീൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും മലക്കറിയൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചേട്ടൻ എന്തോ നമ്മൾ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ മീൻ കറിയും കൂടെ തിളപ്പിച്ച് വെക്കുകയാണ്. ഞാൻ അപ്പം നമ്മുടെ വെള്ളം തിളപ്പിച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. ദിവസവുമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഒരാൾ ദോശ ചുടാൻ വന്ന്. എൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടം ദോശ ചുടാനും കിഴങ്ങറി ഉണ്ടാക്കാനുമാണ് കേട്ടോ. അത് മിക്കവാറും വീഡിയോയിൽ എല്ലാവർക്കും കാണുമ്പോൾ അറിയാം, മോൾ ദോശ ചുടുന്നതും കിഴങ്ങറി വെക്കുന്നതും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞാണ് ഓരോ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു സന്തോഷമാണ്. എനിക്കാണെങ്കിൽ എല്ലാവരും അടുക്കളയിൽ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മകൻ ഇനി ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. മകൻ പിന്നെ എപ്പോഴും വന്ന് അടുക്കളയിൽ കിടക്കത്തില്ല, എങ്കിലും ഇടിയപ്പം ബീച്ചിൽ നിന്ന്. പക്ഷേ മകളെപ്പോഴും നമ്മൾ കൂടെ തന്നെ കാണും. അത് പിന്നെ അങ്ങനെയാണല്ലോ, പെൺപിള്ളേരും ആൺപിള്ളേരും തമ്മിൽ ഇത്തിരി വ്യത്യാസം വരും. എങ്കിലും മോനെല്ലാം ചെയ്യും കേട്ടോ. മോൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ കഴുകാനൊക്കെ കൂടെ സഹായിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് അങ്ങനെയായിരുന്നു, രണ്ടുപേരും മാറും. പിന്നെ വലുതായതിനൊക്കെയാണ് മോമിന് പാത്രം എന്താ പറയുന്നത്, എല്ലാ ദിവസവും ഒന്നും കഴുകാത്ത. എനിക്കും വയ്യ മോക്കും വയ്യെങ്കിൽ മോൻ കഴുകിക്കോളും. പിന്നെ ചേട്ടൻ പിന്നെ അവനെ വിളിക്കാറില്ല. ഞാൻ എപ്പോഴും വഴക്ക് പറയും, ചേട്ടൻ തനിച്ച് കിടന്ന് ചെയ്യണ്ട, മോനെയും കൂടെ വിളിക്കും. എനിക്ക് പിന്നെ എല്ലാം കൂടെ കിടന്ന് ചെയ്യാനൊന്നും പറ്റില്ല. അവരെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഓരോ ദിവസവും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ സോപ്പിട്ടാൽ ഇവൾ ഇത്തിരി ചായ കുടിക്കും കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ചുമ്മാ അവൾ വഴക്ക് പറയും, അമ്മ എപ്പോഴും തന്ന് ഞാൻ ഇങ്ങനെ ചായക്ക് അഡിക്റ്റ് ആകുമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ മാസത്തിൽ ഒരു ദിവസം കുടിക്കുന്നതിന് എന്തോ അല്ലേ. അങ്ങനെ തോന്നി ഞാൻ ചായയൊക്കെ കൊടുത്തു. എന്നിട്ട് അപ്പോൾ എനിക്ക് ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഇട്ട് തന്നു കേട്ടോ. ഞാൻ സ്വന്തമായിട്ടിട്ട്, എനിക്ക് ചായ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കുന്ന ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ആരെങ്കിലും ഇട്ട് തരണം, എല്ലാ ജോലിയും ചെയ്യും. പക്ഷേ ചായ ഇടുന്നത് ചിലപ്പം ചേട്ടനങ്ങ് ഇട്ട് തരും കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാനങ്ങ് ഇട്ട്, പിന്നെ അത് മീൻ പൊരിക്കാൻ വെച്ചപ്പം പിന്നെ ഇവിടെ കോളേജിലെ പരീക്ഷയുടെ കാര്യവും അങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മലക്കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി സാമ്പാർ വെക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ചെറിയൊരു അടികൂടൽ എന്ന് വെച്ചാൽ അണ്ണൻ്റെ പേരും പറഞ്ഞാണ് ഈ പ്രശ്നം. എന്ന് വെച്ചാൽ 3 കഷ്ണം അയലേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ചുമ്മാ ഓരോ തമാശകൾ. അങ്ങനെ ഇതാ അടികൂടൽ കഴിഞ്ഞ് പിന്നെ ചേട്ടന് വിശക്കുന്നു. ഞാൻ പിന്നെ ചൂടോടെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോഴേക്ക് സാമ്പാറൊന്നും വേണ്ട കേട്ടോ, ചേട്ടന് മീൻകറി മതി. അപ്പോൾ മോള് പറഞ്ഞു നമുക്ക് സാമ്പാർ വയ്ക്കാം, മലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ചമ്മന്തിയും ഒക്കെ വെക്കണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഓരോരോ ഒതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഓരോന്ന് നമ്മൾ നോക്കുന്നിടത്തെല്ലാം ജോലിയായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ ഓരോ ദിവസവും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ എൻ്റെ മാക്സി പെട്ടെന്നങ്ങ് നനയും കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടോ, വെള്ളം തെറിച്ച് വീണ് അതങ്ങ് നനയും. പിന്നെ ഞാൻ കുറച്ച് ജോലി കിട്ടി, ഞാൻ പിന്നെ അപ്പോഴും തന്നെ പോയി കുളിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി ജോലി ഒതുങ്ങാൻ വേണ്ടി കാത്തിരിക്കുവാണ് കേട്ടോ ഞാൻ കുളിക്കാനായിട്ട്. കുറച്ച് ഒതുക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ പൊടിയൊക്കെ അടിച്ചിട്ട് കൊടുത്താൽ മതി, മോൾ പിന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇത് ക്ലാസ്സില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കഷ്ണം അയല മീനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞത് അത് എടുത്തുകൊണ്ട് പോകണേ, ഇല്ലെങ്കിൽ പിന്നെ രണ്ടുപേർക്കും തലയാണെങ്കിൽ വിഷയമില്ല. ഒരാൾക്ക് മീനാണെങ്കിൽ പിന്നെ അതിനൊരു ചെറിയൊരു മൂക്കിക്കറിവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒരു സന്തോഷം. ചുമ്മാ എന്താ പറയുന്നത്, സീരിയസ് ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ. കുക്കറിലാണ് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ മലക്കറി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരമ്പരിപ്പ് വെള്ളത്തിയിട്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് കഴുകി അതിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ സാമ്പാർ പൊടി ചേർത്തത് കേട്ടോ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, സാമ്പാർ പൊടിയും പരിപ്പും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങ് വേവിക്കാൻ വെച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ചമ്മന്തിയും കൊണ്ട് അരച്ചായിരുന്നു കേട്ടോ നമ്മൾ ദോശയ്ക്ക് വേണ്ടി. പിന്നെ ഞാൻ മോര് കാച്ചി ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പരിപാടി അതൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സാമ്പാർ റെഡിയായി. അപ്പോൾ ചേട്ടൻ പിന്നെ ചോറൊക്കെ കൊണ്ട് ചേട്ടൻ പോയി, ചേട്ടൻ കഴിച്ചിട്ട് ചേട്ടൻ പോയി. പിന്നെ ഞങ്ങൾ രണ്ടും കഴിക്കാമായിരുന്നു. അപ്പോൾ മോളപ്പോഴത്തേക്ക് ഞാൻ പൊടി അടിച്ചിട്ടിട്ട് നമ്മൾ ഫ്രണ്ടും അവിടെ എല്ലാം അങ്ങ് തുടച്ചൊക്കെ ഇട്ടായിരുന്നു. ഇനി അടുക്കള വൃത്തിയാക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ജോലി തീർന്നിട്ട് വൃത്തിയാക്കാൻ മതി, അല്ലെങ്കിൽ പിന്നെ ഇവൾ കഴിക്കുന്ന മുമ്പ് വൃത്തിയാക്കാനായിട്ട് വെക്കും കേട്ടോ. അങ്ങനെ മകൾ കഴിക്കാൻ പോയി. അങ്ങനെ ഞാനും പിന്നെ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കാമായിരുന്നു. പക്ഷേ അടുക്കള ഒതുക്കിയില്ല, കുറച്ച് കറികളോടൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടേ. അങ്ങനെ പപ്പടം പരിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയെല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോൾ പുറത്ത് മോപ്പൊക്കെ ഒന്ന് കഴുകണം, അതിന് വേണ്ടിയാണ് വെള്ളം പിടിക്കുന്നത്. തറയെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് സിന്ധുജയുടെ വീട്ടിലോട്ടൊന്ന് പോകണം. കാരണം എന്ന് വെച്ചാൽ സിന്ധുജയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ പോയായിരുന്നു, എങ്കിലും ഞാൻ മോളോട് പറഞ്ഞ് എളുപ്പം പഠിച്ചിട്ട് വാ, നമുക്കൊന്ന് പോകാം. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങനെ റെഡിയായി. ഞങ്ങൾ പിന്നെ സന്ധ്യയ്ക്ക് കേട്ടോ പിന്നെ അങ്ങോട്ട് പോയത്.
അങ്ങനെ ഇതാ റെഡ് മണിയായിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു കുളിച്ചായിരുന്നല്ലോ. പിന്നെ എന്താ പറയുക, ചെറിയൊരു മേക്കപ്പൊന്നുമില്ല, ലിപ് ബാം ഇട്ടേക്കുന്നത് കേട്ടോ, പൊട്ടൊക്കെ വെച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോകാൻ ഇറങ്ങി. അപ്പോൾ ചെറുതായിട്ട് അവളായിട്ടൊന്ന് ഉടക്കി കേട്ടോ. അതാണ് വലിയ മൈൻഡില്ലാതെ ആ ഷട്ടിങ്ങനെ മുമ്പേ നടക്കുന്നത് കേട്ടോ. അതങ്ങനെയാണ്, ഞങ്ങൾ ചില സമയം നല്ല ഉടക്ക് പിടിക്കും. പിന്നെ ഇത്തിരി നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്നിങ്ങനെ പോവുക. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടവഴി കഴിഞ്ഞ് നേരെ റോഡിൽ ചെന്ന് മുട്ടുന്ന സിന്ധുജിയുടെ വീട്. അവിടെ ചെന്നപ്പോൾ കാണാം നമ്മൾ എന്താ പറയുന്നത്, പൂജാമുറി തുറന്നിട്ടേക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇന്ന് എടുത്തു. പിന്നെ കല്യാണ ഘട്ടത്തിനകത്തൊരു ഫോട്ടോ ഉണ്ട്. അപ്പം അതൊക്കെ ഇന്ന് മോനോട് കാണിച്ച് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സിന്ധുജിയെ പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് വയ്യ കേട്ടോ. അമ്മ നന്നായിട്ട് നടക്കുക, എല്ലാ ജോലിയും ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് വയ്യാതായി. അങ്ങനെ ചുമ്മാ പിന്നെ അവിടെ കറങ്ങി അടിച്ച് സിന്ധുജിയൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ സിന്ധുജോനെ ഞങ്ങൾക്ക് വെള്ളം എടുക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കേ, ബൈ.